കൊള്ളുന്നുണ്ട്, നന്നായി കൊള്ളുന്നുണ്ട്. വെറുതെയല്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇത്രമാത്രം അസ്വസ്ഥനാകുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പ്രചാരണ പരിപാടി അടുത്ത സമയത്ത് CPIM തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇരുണ്ട കാലത്തെക്കുറിച്ചാണ്, മറ്റൊന്ന് വി.ഡി. സതീശൻ്റെ നുണകളെ കുറിച്ചാണ്. DYFI പരസ്യമായി നുണകളെക്കുറിച്ച് മത്സരം സംഘടിപ്പിക്കുന്നു. അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് വി.ഡി. സതീശനോട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അത് കാണാം. അങ്ങയുടെ പേരിൽ DYFI നുണപറയൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട്, എന്താണ് അങ്ങയുടെ? ഇയാൾ കൂടി അങ്ങ് പോയി പങ്കെടുത്താൽ മതി. കൈരളിക്കാര് റിപ്പോർട്ടർമാര് പോയി പങ്കെടുക്കുക അതിൻ്റെ അകത്ത്. കാരണം അവരാണ് കൈരളി റിപ്പോർട്ടർമാര്, കേരളത്തിലുള്ള മുഴുവൻ കൈരളി റിപ്പോർട്ടർമാരും DYFI സംഘടിപ്പിക്കുന്ന താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ പോയി ആ മത്സരത്തിൽ പങ്കെടുക്കുക. നല്ല മത്സരമായിരിക്കും, നല്ല കടുത്ത മത്സരമായിരിക്കും, അത് കിട്ടും. വി.ഡി. സതീശന്റെ ശരീരഭാഷ ഒരു കാര്യം വിളിച്ചു പറയുന്നു, ഞാൻ അസ്വസ്ഥനാണ് എന്ന്. ജാഥ തുടങ്ങിയതിന് ശേഷം അതിനു മുമ്പും പ്രതിപക്ഷ നേതാവ് നിരന്തരം കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് പറയുന്നത്? സുനിൽ കനോഗുലു പറഞ്ഞു വിടുന്നതാണ്. കള്ളം ആവർത്തിച്ച് പറയുക, അത് വാർത്തയായി നമ്മുടെ മാധ്യമങ്ങൾ നൽകും. ആ കാർഡ് ഉപയോഗിച്ച് അതിനെ വീണ്ടും പ്രചരിപ്പിക്കാം. അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ കള്ളങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വരട്ടെ LDF നേതാക്കൾ. അപ്പോൾ കേരളത്തിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യില്ല, കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ചർച്ചയാകില്ല. അതാണ് വേണ്ടത് UDF-ന്. അതിനു വേണ്ടിയാണ് വി.ഡി. സതീശനെ കൊണ്ട് ഇങ്ങനെ കള്ളം പറയിപ്പിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയുന്നില്ല തൻ്റെ വ്യക്തിത്വം ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഒരു കാലത്ത് കേരളത്തിൽ നിറഞ്ഞു നിന്ന MLA ആയിരുന്നു വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായതോടുകൂടി അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ തുടങ്ങി. ആ വെള്ളം ചേർത്ത് അദ്ദേഹത്തിന് നിലപാടേ ഇല്ലാതായി മാറി, നിലപാട് തന്നെ വെള്ളമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ഇനിയും കള്ളം പറയും. കാരണം സുനിൽ കനോഗുലുവാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. അതിൽ നിന്ന് മാറാൻ അദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലം കഴിയില്ല. പക്ഷേ വി.ഡി. സതീശൻ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്, മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഇത്രമാത്രം അസ്വസ്ഥനാകുന്നത്. ഇനി മറ്റൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, അതും UDF-നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. UDF-നെ മാത്രമല്ല, UDF-നെ സഹായിക്കുന്ന മാധ്യമങ്ങളെയും അത് വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അതിൻ്റെ പ്രതിഫലനമൊക്കെ മാധ്യമങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ മലയാള മനോരമ പത്രം എടുത്തു നോക്കിയാൽ 15 വാർത്തകളാണ് സംസ്ഥാന സർക്കാരിനെതിരെ 3-4 കോളങ്ങളിൽ നിറച്ചു വെച്ചിരിക്കുന്നത് എന്ന് കാണാം. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു എന്ന് കൃത്യമായും വിളിച്ചു പറയുന്നുണ്ട് UDF-ന്റെ ലഘുലേഖയായി മാറുന്ന മലയാള മനോരമ ദിനപത്രം. അത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരമാണ് ഇരുണ്ട കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് CPM നടത്തുന്ന പ്രചാരണം. ഇരുണ്ട കാലം എന്ന് പറഞ്ഞാൽ 2011 മുതൽ 16 വരെയുള്ള കാലം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം. അന്ന് MLA ആയിരുന്ന വി.ഡി. സതീശൻ പോലും വിമർശിച്ചിരുന്നു ഉമ്മൻചാണ്ടിയെയും സർക്കാരിനെയും എന്നതുകൂടി എടുത്തു പറയുമ്പോഴാണ് ആ ഇരുണ്ട കാലം എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് ഓർക്കുന്നത്. ആ ഓർമ്മ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ, UDF സർക്കാർ എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ, അതിനുശേഷമുള്ള 2 ടേമിലെ 10 വർഷത്തെ LDF സർക്കാർ ഉണ്ടാക്കിയ മാറ്റം അത് എന്ത് എന്ന് അവർ മനസ്സിലാക്കുകയുള്ളൂ. എന്തുകൊണ്ട്? പവർ കട്ടില്ലാത്ത ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. എന്നാൽ UDF സർക്കാർ കാലത്ത് അങ്ങനെയായിരുന്നില്ല. പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്ന സംസ്ഥാനമാണ് ഇന്ന് കേരളം. പാഠപുസ്തകങ്ങൾ മാത്രമല്ല, യൂണിഫോം നൽകുന്നു വിദ്യാർത്ഥികൾക്ക്. അന്ന് അങ്ങനെയായിരുന്നില്ല. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച കാലമുണ്ട് വിദ്യാർത്ഥികൾ. അവർ അത് ഓർക്കും, ജനങ്ങൾ ഓർക്കും. അത് UDF സർക്കാരിന് തിരിച്ചടിയാകും. ഉച്ചക്കഞ്ഞി ഇല്ലാത്ത സ്കൂളുകളായിരുന്നു. നന്മ സ്റ്റോറേജ് സാധനം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ശമ്പളം കൃത്യസമയത്ത് ലഭിച്ചിരുന്നില്ല. പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകിയിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ഏറ്റവും അവസാനത്തെ മന്ത്രിസഭാ യോഗം, ആ യോഗത്തെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തന്നെ വിശേഷിപ്പിക്കേണ്ടി വന്നു കടുംവെട്ട് മന്ത്രിസഭാ യോഗം എന്ന് വെച്ചാൽ ഭൂമി എല്ലാവർക്കും പതിച്ചു നൽകുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവസാനത്തെ മന്ത്രിസഭാ യോഗം. ഏകദേശം 400-ലേറെ അജണ്ടയാണ് ഒരു മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നത്. അതിൽ 200ഓളം തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നു.
അതിൽ 118 എണ്ണവും ഭൂമി പതിച്ചു നൽകുന്നതായി മാറുന്നു. സ്വാഭാവികമായും കടുംവെട്ടല്ലേ എന്ന് വെച്ചാൽ ഒരു ഇരുണ്ട കാലം തന്നെയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഭരണകാലം. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പയിൻ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് UDFനെ. അതുകൊണ്ടാണ് പറഞ്ഞത് കൊള്ളുന്നുണ്ട്, നന്നായി കൊള്ളുന്നുണ്ട് UDFന് എന്ന്.